ബി.ജെ.പി. നേതാക്കള് തമിഴ്നാട്ടിലെ ദളപതിനെ കാണാൻ പോയി ഒരു വാർത്തയുണ്ടായിരുന്നു. രജനീകാന്ത്. നമുക്കറിയാം, നേരത്തെ രജനീകാന്തിന്റെ രാഷ്ട്രീയമെല്ലാം ഇപ്പോൾ അത് വീണ്ടും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ സ്വാധീനം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനം, വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കർണാടക മാത്രമാണ്. കർണാടകയിലും ഇപ്പോൾ അധികാരത്തിന് പുറത്താണ്. അതുമാത്രമല്ല, കർണാടകയിൽ യെദ്യൂരപ്പ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു നേതാക്കന്മാരുടെ ഒരു അഭാവം ബി.ജെ.പിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്, പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് കന്നഡ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മറുഭാഗത്ത് കർണാടകയിൽ ബി.ജെ.പിയുടെ എതിരാളിയായ കോൺഗ്രസിന് കൃത്യമായ ലീഡർഷിപ്പ് ഉള്ളതിനാൽ കർണാടകയിൽ ബി.ജെ.പിക്ക് അത്ര എളുപ്പത്തിൽ തിരിച്ചു വരിക എന്നത് എളുപ്പത്തിൽ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം യെദ്യൂരപ്പയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകൻ ആണ് ഇപ്പോൾ അവിടെ സംസ്ഥാന പ്രസിഡന്റായി നിൽക്കുന്നത്. ആ മകനെ അംഗീകരിക്കാൻ മറ്റ് ബി.ജെ.പിക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. മറ്റ് കേരളമായാലും തെലങ്കാനയായാലും ആന്ധ്രയായാലും തമിഴ്നാടായാലും ബി.ജെ.പിക്ക് കാര്യമായ ഒരു സ്വാധീനമില്ല. എം.എൽ.എമാരുണ്ടെങ്കിലും അവിടെയാണ് കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ബി.ജെ.പി. ഒരു പരീക്ഷണം തമിഴ്നാട്ടിൽ നടത്തുന്നത്. അതായത് മികച്ച IAS ഓഫീസർ എന്ന് പേരെടുത്ത കെ അണ്ണാമലൈ, കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ. ആ IPS ഓഫീസർ തൻ്റെ ജോലി രാജിവെച്ച് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും പിന്നീട് അദ്ദേഹം ബി.ജെ.പിയിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം ആ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി. ബി.ജെ.പിക്ക് വലിയ ഒരു വോട്ട് വളർച്ച ഉണ്ടായത് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായ കാലഘട്ടത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് എണ്ണം കൂടിയിട്ടില്ലെങ്കിലും വോട്ട് ഷെയറിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഒരു ദ്രാവിഡ പാർട്ടികളോടും ഒരു തമിഴ്നാടിൻ്റെ ഒരു ചരിത്രം, ഒരു 59 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് തമിഴ്നാട്ടിൽ ദ്രാവിഡ പാർട്ടികൾ മാത്രമേ ജയിച്ചു വന്നിട്ടുള്ളൂ. AIADMK അല്ലെങ്കിൽ DMK. അവിടെ കോൺഗ്രസ്, ബി.ജെ.പി. പോലത്തെ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഒരു സ്വാധീനമില്ലാത്ത സംസ്ഥാനമാണ്. അവിടെയാണ് അദ്ദേഹം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി മുഴുവൻ നിയോജക മണ്ഡലങ്ങളുടെ പദയാത്ര നടത്തി ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് കേന്ദ്ര ബി.ജെ.പി. നേതൃത്വം ഒരു തീരുമാനമെടുത്തു. ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായി AIADMKയുമായി സഖ്യമുണ്ടാക്കാമെന്ന്. അതായത് ജയലളിതയുടെ മരണശേഷം AIADMK വിവിധ കഷ്ണങ്ങളായി പിളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എടപ്പാടി പളനിസ്വാമിയുടെ ഒരു പക്ഷം, പന്നീർസെൽവത്തിൻ്റെ മറ്റൊരു പക്ഷം, ശശികല, അതായത് പിന്നെ ജയലളിതയുടെ സന്തത സഹചാരി ശശികലയുടെ മറ്റൊരു പാർട്ടി, ജയലളിതയുടെ അനന്തരവൻ്റെ വേറൊരു പാർട്ടി. അത്തരത്തിൽ നിരവധിയായ പാർട്ടികളുമായി പിരിഞ്ഞിരിക്കുന്ന ആ സംവിധാനം ഒരു AIADMK എന്ന് പറയുന്ന അപ്പോൾ അംഗീകരിക്കുന്ന എടപ്പാടി പളനിസ്വാമിയുടെ ഒരു പക്ഷത്തെയാണ്. അവരുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. ഒരു സഖ്യമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അണ്ണാമലൈ ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം പുതിയ ഒരു സംഘടന ഉണ്ടാക്കി തമിഴ്നാട്ടിൽ യുവാക്കളെല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. കാരണം അവിടെ സൂപ്പർ സ്റ്റാർ വിജയ് ഭരണം പിടിച്ചത്, ഇളയ ദളപതി എന്ന് വിശേഷിപ്പിക്കുന്ന വിജയ് ഭരണം പിടിച്ചത് ഇത്തരത്തിൽ യുവാക്കളെ ഏകോപിപ്പിച്ച് യുവാക്കളുടെ വോട്ട് ബ്ലോക്കായി തൻ്റെ പെട്ടിയിലേക്ക് എത്തിച്ചുകൊണ്ടാണ്. അവിടെ അണ്ണാമലയിലൂടെ മറ്റൊരു പരീക്ഷണം ബി.ജെ.പി. നടത്തുകയാണെന്നൊക്കെ ഒരു ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്. പക്ഷേ ബി.ജെ.പിയെ നിശിതമായി വിമർശിക്കുന്ന ഒരു അണ്ണാമലയാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് തമിഴ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തമിഴ് മണ്ണിൽ സിനിമാ താരങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. പോപ്പുലറായ ആളുകൾ, ജയലളിതയെ നമുക്കറിയാം, MGRനെ നമുക്കറിയാം, കരുണാനിധിയെ നമുക്കറിയാം. ഇവരെല്ലാം സിനിമാ മേഖലയിലൂടെ കടന്നു വന്ന ആളുകളാണ്. അവിടെയാണ് തമിഴ്നാട്ടിൽ എല്ലാവരേക്കാൾ വലിയ സ്വാധീനമുള്ള നടനാണ് രജനീകാന്ത്. കാരണം രജനീകാന്ത് ഒന്ന് കൈ ചൊട്ടി വിളിച്ചാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ആ നിമിഷം അവിടെ എത്തും. ആ രജനീകാന്തിനെ കാണാൻ ബി.ജെ.പി. നേതാക്കന്മാർ പോയിരിക്കുന്നു. സ്വാഭാവികമായും ബി.ജെ.പിയുടെ കേന്ദ്ര നേതാക്കന്മാരൊക്കെ തമിഴ്നാട്ടിലെത്തിയാൽ രജനീകാന്തിനെ കണ്ടു മാത്രമേ അവർ മടങ്ങാറുള്ളൂ. കാരണം രജനീകാന്തിനെ കണ്ട് അദ്ദേഹത്തെ ബി.ജെ.പി. രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കാനാണോ ഈ നേതാക്കന്മാർ പോയത് എന്ന ഒരു ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നത്. രജനീകാന്ത് ബി.ജെ.പി. രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത്. നേരത്തെ അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനത്തിലുള്ള ഒരു നടപടികളൊക്കെ നടത്തിയിരുന്നു, ഒരു നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അത് വേണ്ടത്ര വിജയിച്ചിരുന്നില്ല. വീണ്ടും ഒരു ചോദ്യം വരുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് രജനീകാന്ത് തിരിച്ചു അത്തരത്തിൽ രജനീകാന്ത് തമിഴക രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് നമുക്ക് കരുതിക്കൂടെ? തീർച്ചയായിട്ടും വലിയൊരു തരത്തിൽ മാറ്റം ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ TV-ക്ക് വിജയ് വന്നതിനപ്പോഴത്തേക്കും കുറേ ആളുകൾ അതിൻ്റെ പുറകെ പോയി. അതിനേക്കാൾ ഇരട്ടി ആളുകളെ സ്വാധീനിക്കാനായിട്ട് രജനീകാന്തിന് സാധിക്കും.
അതുമാത്രമല്ല രജനീകാന്തിൻ്റെ താരമൂല്യം ഉപയോഗപ്പെടുത്തി ഒരു ഭാഗത്ത് DMK ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി DMKക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ട് എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ AIADMKയുടെ അവസ്ഥ അതിദയനീയമാണ്. അവർക്ക് നിലം തൊടാൻ കഴിയാത്ത ഒരു തിരിച്ചുവരവിനെ തമിഴക രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയെ TVKയെ വെല്ലുവിളിക്കാൻ എത്ര കാലം ഇവർക്ക് കഴിയും, അല്ലെങ്കിൽ എത്ര കാലം ഈ ദ്രാവിഡ പാർട്ടികൾക്ക് കഴിയുമെന്നൊരു ചോദ്യം തമിഴ്നാടിന്റെ രാഷ്ട്രീയ മണ്ണിൽ നിന്ന് ഉയരുന്നുണ്ട്. അവിടെയാണ് തമിഴ്നാട്ടിൽ രജനീകാന്തിലൂടെ ഒരു പരീക്ഷണത്തിന് BJP മുതിർന്നാൽ അതിൽ അതിശയപ്പെടാനില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുമെല്ലാം അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ്, അല്ലെങ്കിൽ ഒരു താരമാണ്, സിനിമാ താരമാണ് രജനീകാന്ത്. ആ ഒരു ഘട്ടത്തിൽ രജനീകാന്തിനെ നരേന്ദ്രമോദിയോ അമിത്ഷായോ പാർട്ടിയിലേക്ക് ക്ഷണിച്ചാൽ അദ്ദേഹം BJPയിൽ ചേർന്നുകൂടായില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം BJP നേതാക്കന്മാരുമായെല്ലാം ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹം പ്രായാധിക്യം കാരണം ഇനി എത്രത്തോളം രാഷ്ട്രീയത്തിലൊക്കെ സജീവമാകുമെന്നൊരു ചോദ്യം കൂടി മറുഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തമിഴ്നാട്ടുകാരന്, ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. ആ തമിഴ് മക്കളുടെ, അതായത് അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ അത് മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തിരിച്ചടിയാകുമോ എന്നൊരു ഭയം പലർക്കുമുണ്ട്. പക്ഷേ അദ്ദേഹം എത്രത്തോളം BJP ക്യാമ്പിലേക്ക് വരും, അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അത് BJPയോടൊപ്പം നിൽക്കുമോ, അത്തരത്തിൽ പല ചോദ്യങ്ങളും അന്തരീക്ഷത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം വ്യക്തത വരുത്തേണ്ടത് രജനീകാന്താണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ, നൈനാൻ നാഗേന്ദ്രനാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ, കരാട്ട ത്യാഗരാജൻ എന്ന് പറയുന്ന BJPയുടെ മറ്റൊരു നേതാവ് ഉൾപ്പെടെയുള്ളവരാണ് രജനീകാന്തിനെ കാണാനെത്തിയത്. അതുകൊണ്ട് തന്നെ രജനീകാന്തുമായുള്ള കൂടിക്കാഴ്ച, അദ്ദേഹവുമായുള്ള സന്ദർശനം, ഇതെല്ലാം വലിയ ചർച്ചകൾക്ക് തമിഴക രാഷ്ട്രീയത്തിൽ വഴിവെക്കുന്നുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ BJPക്കകത്ത് വലിയ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ പൊടുന്നനെ അപ്രതീക്ഷിതമായ ഒരു എൻട്രി രജനീകാന്തിന് തമിഴ് മണ്ണിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ രജനീകാന്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച്, സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ആ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി ഏതെങ്കിലും തരത്തിൽ ഒരു കൂട്ടായ്മയ്ക്ക് രജനീകാന്ത് നേതൃത്വം നൽകുമോ, ആ കൂട്ടായ്മയ്ക്ക് BJPയുടെ ഒരു പിന്തുണയുണ്ടാകുമോ എന്നെല്ലാമാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. രജനി മനസ്സ് തുറന്നിട്ടില്ല, അദ്ദേഹം മനസ്സ് തുറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അണ്ണാമലെ BJPക്ക് ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും മറ്റൊരു മുഖത്തെ ഇറക്കാൻ എന്തായാലും BJP നേതൃത്വം തയ്യാറാകും. ആ മുഖമായി രജനീകാന്ത് മാറുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.